മയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്നില്ല, വിദേശത്ത് തന്നെ അടക്കി. എന്നാൽ ഇവിടെ ആ മരണവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ചോദിച്ചിരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ ഖാജിയാണ്, മലപ്പുറത്ത് നിന്നും. നാട്ടിൽ ഖബർ വെട്ടുക, അടക്കുക എന്നതൊഴിച്ച് ബാക്കി എല്ലാം ചെയ്യണമല്ലോ. അത് ചെയ്യണം. നാട്ടിൽ മയ്യത്ത് കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് ഒഴിവാകുന്ന ജോലി എന്താ? ആ മയ്യത്തിന് വേണ്ടിയിട്ട് ഖബർ വെട്ടുക, മയ്യത്തിനെ അടക്കുക. അത് അവിടെ ചെയ്തു. ബാക്കി ഇവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ ചെയ്യുക? മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, മയ്യത്തിന് വേണ്ടി ഭക്ഷണം കുറേ ആളുകൾക്ക് വാങ്ങിക്കൊടുക്കാം, മയ്യത്തിൻ്റെ പേരിൽ സ്വതക്ക ചെയ്യാം, മയ്യത്തിൻ്റെ പേരിൽ കടബാധ്യതകൾ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാം. യഥാർത്ഥത്തിൽ എഴുതി വെക്കേണ്ടത് ആ മരണപ്പെട്ട ആളിൻ്റെ ബാധ്യതയാണ്, പക്ഷെ നമുക്ക് അന്വേഷിക്കാം, അത് നമ്മുടെ ബാധ്യതയാണ്. അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. അതൊക്കെയാണ് മയ്യത്തിനുള്ള കടമകൾ. പിന്നെ അത് വിദേശത്തായിപ്പോയി, ഇനി ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും, നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് കത്തങ്ങനെ വന്നത്, അല്ലെങ്കിൽ വരില്ലല്ലോ. അപ്പോൾ അത് ഗൾഫിൽ മരിച്ചതല്ലേ, റിയാദിൽ അടക്കിയതല്ലേ, ജിദ്ദയിൽ അടക്കിയതല്ലേ, നമ്മളിനി ആ കാര്യത്തിലേക്ക് ഇടപെടേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ആ മയ്യത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, ദറജ ഉയർത്തി കിട്ടാൻ, അള്ളാഹുവിൻ്റെ വലിയ പൊരുത്തവും തൃപ്തിയും കിട്ടാൻ എന്തൊക്കെയാണോ ആ മയ്യത്തിന് നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ എല്ലാ മയ്യത്തുകൾക്കും ചെയ്യുന്ന പോലെ ഈ മയ്യത്തിനും തീർച്ചയായിട്ടും നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് നമ്മൾ മരണപ്പെടുമ്പോഴും നമുക്കും കിട്ടണ്ടേ? നമ്മൾ മരണപ്പെടുമ്പോൾ നമുക്കും ഈ സ്വതക്ക, നമുക്കും ഈ ദുആ, ഇതൊക്കെ കിട്ടണം. അത് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തെങ്കിലാണ് നമ്മൾ മരണപ്പെടുമ്പോഴും നമുക്ക് കിട്ടുള്ളൂ. അത് വിദേശത്ത് മരിക്കട്ടെ, എവിടെ മരിക്കട്ടെ, അള്ളാഹു നല്ല മരണം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ കച്ചവടമാണ്. വാർഷിക കണക്കെടുത്ത് സക്കാത്ത് കൊടുക്കുമ്പോൾ അത് റമളാനിൽ അഥവാ ഈ വരുന്ന ഏപ്രിലിൽ കൊടുത്താൽ മതിയാകുമോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് സുൽഫത്ത് ബീവി, കോഴിക്കോട് നിന്നും. ജനുവരി മുതൽ പിറ്റേ ജനുവരി വരെ കണക്കാക്കുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം റജബിന് തൊട്ട് അടുത്താവും ഈ ജനുവരി ആവുമ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വാർഷിക കണക്കെടുക്കുമ്പോൾ വരുന്നത് റജബിലായിരിക്കും. അപ്പോൾ പ്രതിഫലം കൂടുതൽ കിട്ടുന്നത് അയ്യു സ്വതക്കത്തി അഫ്ളലു യാ റസൂലല്ലാ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ് നബിയെ? ആ ചോദ്യത്തിന് മറുപടി അസ്വതക്കത്തു റമളാൻ, റമളാനിൻ്റെ സ്വതക്ക എന്നാണ്. ഏറ്റവും അധികം കൂലി കിട്ടുന്നത് സ്വതക്കയാണെങ്കിലും ഹദിയാണെങ്കിലും, ഇപ്പോൾ സക്കാത്ത് പോലും കൊടുക്കുമ്പോൾ, സക്കാത്ത് നമ്മുടെ നിർബന്ധ കാര്യമാണെങ്കിൽ പോലും റമളാനിൽ കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് പലരും റമളാൻ മാസത്തിൽ കൊടുക്കുക. പക്ഷേ ഇവിടെ ഒരു വലിയ വിഷയം വേറൊരെണ്ണം ഉണ്ട്. എന്താണ്? ഇപ്പോൾ നമ്മൾ റജബിലാണ് നമ്മുടെ ഒരു വർഷം തികയുന്നത്. നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട, കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടുന്ന വാർഷികം തികയുന്നത് റജബിലാണ്. അപ്പോൾ നമ്മൾ റമളാനിൽ കൊടുക്കാം. ഭാര്യ പറഞ്ഞു ഒരു മാസം കൂടിയുള്ളൂ, റമളാനിൽ കൊടുത്ത് എത്രയോ കൂലി കിട്ടേണ്ടതാണ്. അങ്ങനെ റമളാനിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? റമളാൻ എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഈ സക്കാത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വീടാൻ കഴിയാതെ മരിക്കുന്നവരായി നമ്മൾ മാറും. ആ ഒരു പ്രതിസന്ധി മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇല്ലെങ്കിൽ ഇച്ചിരി സമയം താമസിച്ചാൽ പിന്നെ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നത് താമസിക്കുമ്പോൾ അതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അവരുടെ കാശാണ് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം നമ്മുടെ കാശാണെന്ന ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാറ്റാൻ പറ്റുക. നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ അനാഥ മക്കൾക്ക്, നമ്മുടെ നാട്ടിലെ കടം കൊണ്ട് വലഞ്ഞവർക്കാണ്, അവരുടെ പൈസയാണിത്. പിന്നെ കണക്ക് തികഞ്ഞ് നമ്മൾ മാറ്റിവെച്ച സക്കാത്തിൻ്റെ പൈസ അവർക്ക് അവകാശപ്പെട്ടതാണ്, നമുക്കുള്ളതല്ല. അതിനെ നാം പിന്നെ നീട്ടിവെക്കലിൻ്റെ ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. സൂക്ഷ്മതയും കബൂലിയത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഇതിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു കൃത്യമായി അത് മനസ്സിലാക്കി കണക്കാക്കി ആ സമയത്ത് തന്നെ കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണമാസന്നമായ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ യാസീൻ ഓതിയപ്പോൾ മരിച്ചതിന് ശേഷമാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ ഓതൽ നിർത്തി. സത്യത്തിൽ ആ സമയത്ത് ഓതുന്നതിൽ പ്രശ്നമുണ്ടോ? ചോദിച്ചിരിക്കുന്നത് ബുഷറാക്കാനാണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന്. ചില ആളുകൾക്ക് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. മരണമാസന്നമായ ആളുകൾ ഇപ്പോൾ യാസീൻ ഓതുമ്പോൾ ചില ബന്ധുക്കൾ പറയും, ഓ എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടന്നുള്ളൂ, അവൻ വന്ന് യാസീൻ ഓതി ഉമ്മയെ മരിപ്പിക്കാൻ വന്നു എന്നൊക്കെ പറയും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ പാവപ്പെട്ട സഹോദരന് സംഭവിച്ചിട്ടുണ്ടാവുക. മരണമാസന്നമായ ആളിനും പാരായണം ചെയ്യാം സൂറത്ത് റായതും സൂറത്ത് യാസീനും. മരണമാസന്നമായ ആളിനും, മരിച്ച ആളിന് മാത്രമല്ല, മരണപ്പെട്ട ആളിന് വേണ്ടി ഓതാം. അതോടൊപ്പം തന്നെ മരിക്കാൻ കിടക്കുന്ന ആളിന് ഓതാം. മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ അടുത്തിരുന്ന് യാസീൻ ഓതുമ്പോഴും സൂറത്ത് റായത് ഓതുമ്പോഴും ആ മനുഷ്യനുണ്ടാകുന്നത് എന്താണ്? ആത്മാവ് റൂഹ് വലിച്ചൂരി എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു എളുപ്പം, ഒരു ബുദ്ധിമുട്ടില്ലാതെ, അതായത് മുള്ളുള്ള മരത്തിൽ
പഞ്ഞി വസ്ത്രം പെട്ടുപോയാൽ എങ്ങനെയാണ് വലിച്ചെടുക്കുക, അത്രയും ബുദ്ധിമുട്ട് റൂഹ് പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഈ യാസീനും സൂറത്ത് റായതൊക്കെ ഓതുമ്പോൾ ആ മനുഷ്യന് റൂഹ് പുറത്തേക്ക് പോകുന്നതിന് വലിയ റാഹത്തുണ്ടാകും. അല്ലാതെ അയാൾ നിങ്ങളെ വീട്ടിലുള്ളവർ മരിപ്പിക്കാൻ വേണ്ടി ഓതിയെന്ന് നിങ്ങൾ കരുതരുത്. തീർച്ചയായിട്ടും മരണമാസന്നമായ ആളിൻ്റെ സമയത്ത് ഓതി കൊടുക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.